തമിഴ്നാട്ടിലെത്തിയ ആൾക്കാർ 6 സ്ഥലത്ത് ഈ 6 പട വെച്ചു. അതിലൊരു സ്ഥലം പഴനി, ഒരു സ്ഥലം തിരുപ്രംകുണ്ട്രം, സ്വാമിമല, തിരുത്തണി, അങ്ങനെ 6 പടവീടുകളിൽ എത്തി. പഴനിക്കൊരു പേരും കൂടിയുണ്ട്, വയ്യാപുരി. ലോകത്തിൻ്റെ തലസ്ഥാനം എന്നാണ്, വയ്യ ലോകം, പുരി തലസ്ഥാനം. ആ പേര് തന്നെയായിരുന്നു കുമാരികാണ്ഡത്തിലെ മുരുകവൻ ഭരിച്ചിരുന്ന സമയത്ത് കുമാരികാണ്ഡത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര്. അവിടെ സിദ്ധർ, ഭോഗർ സിദ്ധർ വന്നു. കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചു, നവപാഷാണ വിഗ്രഹം. 9 വിഷങ്ങൾ കൂട്ടിച്ചേർത്ത് അപൂർവമായ കൂട്ടുണ്ടാക്കി ഗ്രാനൈറ്റിനേക്കാളും കടുപ്പുള്ളൊരു വിഗ്രഹം. ആ വിഗ്രഹത്തിന് കയ്യിലൊരു ദണ്ട് കൊടുത്തു. അങ്ങനെ ആ വിഗ്രഹത്തിനൊരു പേര് വന്നു, പഴനി ദണ്ഡായുധ പാണിസ്വാമി. പഴനി ജ്ഞാനദണ്ഡായുധ പാണിസ്വാമി, ജ്ഞാനത്തിൻ്റെ ദണ്ട് കൈ പിടിച്ചിരിക്കുന്ന ആൾ. ഒപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേലുമുണ്ട്, വീരത്തിൻ്റെ വേലും. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞു. ഭാരതം, നമ്മളെ പ്രിയപ്പെട്ട അദ്ദേഹം പറഞ്ഞ പോലെ ഭാരതത്തിൽ തേജസ് മങ്ങി തുടങ്ങി. അതിനുശേഷം കാലചക്രം തിരിഞ്ഞു, പുതിയ കാലം വന്നു, കാറ്റ് മാറി വീശി തുടങ്ങി. ഒരു പുതിയ യുഗം ഭാരതത്തിൽ വന്നു, മുരുകയുഗം. 2013 2014 തൊട്ട് ഭാരതത്തിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി. അതിന് ശക്തി കൂടിക്കൂടി വന്നു. 2020 പുതിയൊരു പാർലമെൻറ്റ് വന്നു ഭാരതത്തിന്. ആ പാർലമെൻറ്റിനുള്ളിൽ മയൂരത്തിൻ്റെ തീമായി റെഡിയാക്കി വെച്ചു. തമിഴ് മന്ത്രം ചൊല്ലി ഒരു ചെങ്കോല് പ്രതിഷ്ഠിച്ചു. 888 സീറ്റ് കൂട്ടിയാൽ 6 പടവീടിൻ്റെ ശക്തിയും ആ പാർലമെൻറ്റിൽ വന്നു. പുറത്ത് സിംഹം, അതിൻ്റെ രൂപമാറ്റം നിർത്തി. ചിരിക്കുന്ന സിംഹമല്ല, അലറുന്ന സിംഹത്തിൻ്റെ രൂപം വെച്ചു. ഭാരതം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അഹിംസയിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ വീരത്തിലേക്ക് ഭാരതം ചൂടി മാറ്റി തുടങ്ങി. ദേവസേനാപതിയുടെ മുരുകവാഹന്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണ വീരത്തിൽ ഭാരതത്തിലെത്തി തുടങ്ങി. ഭാരതം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നെഞ്ഞു വിരിച്ചു തുടങ്ങി. ലോകം ഭാരതം എന്തു പറയുന്നു നോക്കി തുടങ്ങി. ഈ സമയത്ത് ലോക പോലീസ് കളിക്കുന്ന ഏമാന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇപ്പോൾ നമ്മളെ വരിഞ്ഞു മുറുക്കി ശ്രമിക്കാൻ നോക്കുകയാണ്, യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ അയൽ രാജ്യങ്ങളെ വെച്ച്. അയൽ രാജ്യങ്ങളിൽ കലാപമുണ്ടാക്കി ഭാരതത്തിൽ അതിൽ തുടർച്ചകൾ ഉണ്ടാക്കാൻ. താരിഫ് നിരക്ക് വെച്ച് ഭാരതത്തിലെ സാമ്പത്തിക രംഗം തകർക്കാൻ. പക്ഷെ അവരറിഞ്ഞില്ല, ദേവസേനാപതിയായ മുരുകവാന്റെ സംരക്ഷണത്തിലാണ് ഭാരതം നിൽക്കുന്നതെന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവർ താരിഫ് പ്രഖ്യാപിച്ചാൽ നമ്മൾ 8.2% സാമ്പത്തികമായി ഉയർന്ന് ലോകത്തിന് മുമ്പിൽ ചിരിച്ചു നിൽക്കും. ആ ഒരു ഭാരതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഏത് രീതിയിലും നമ്മളെ തകർക്കാൻ നമ്മുടെ ശത്രു പക്ഷക്കാർ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മുരുകവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മുരുകനാവണം. നമ്മൾ ഓരോരുത്തരും മുരുകഭഗവാന്റെ വീര്യം ഉൾക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നമ്മളൊരു മുരുക ഭക്തരാണെങ്കിൽ അത് ചെയ്തിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി വെറ്റിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധ പാണിക്ക്, വീരവേൽ മുരുകനുക്ക്. ജയ് പഴനിയാണ്ടവ, ജയ് ഭാരത്. നന്ദി, നമസ്കാരം. നമസ്തേ. ഒരു വാർത്താപ്പകൽ അരമണിക്കൂറിൽ കാണാം. സ്വാഗതം ടോപ്പ് 7 പശ്ചിമബംഗാളിലെ മാൾഡയിൽ പൊതുപരിപാടിയിൽ തിരുവനന്തപുരത്തെ BJP വിജയം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാധ്യമാണെന്ന് കരുതുന്ന ഇടങ്ങളിൽ കൂടി BJPക്ക് വിജയിക്കാനാകുന്നുവെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത്തരത്തിലുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്ന തൃണമൂൽ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. बीजेपी को रिकॉर्ड विजय मिली है। कुछ दिन पहले ही केरला की राजधानी तिरुवनंतपुरम में भी पहली बार बीजेपी के मेयर बने हैं। यानी जहां कभी बीजेपी के लिए चुनाव जीतना असंभव माना जाता था,
कमल छाप पर पड़ा आपका एक एक वोट को फिर लौटाएगा। और साथियों, मैं आज भाजपा के प्रत्येक कार्यकर्ता से कहूंगा, टीएमसी की गुंडागिर्दी अब बहुत दिन चलने वाली नहीं है। टीएमसी की गुंडागिर्दी का भी अंत होगा और गरीबों को डराने धमकाने वाली टीएमसी की राजनीति भी समाप्त। വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, അസാധ്യമായ ഇടങ്ങളിൽ ചെന്ന് എത്താൻ സാധ്യമല്ലാത്ത ഇടങ്ങളിലൊക്കെ BJP കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP നേടിയ മഹാവിജയത്തെ മാൾഡയിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മാൾഡയിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്? നിൽമ, പശ്ചിമ ബംഗാളിലെ മാൾഡയിലെ പൊതുപരിപാടിയിലാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് BJP നേടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയത്തെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അടുത്തിടെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തും ജനങ്ങൾ ആദ്യമായി BJPയുടെ മേയറെ തെരഞ്ഞെടുത്തു. ഒരു കാലത്ത് വിജയം അസാധ്യമെന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് BJPക്ക് അത്രയധികം മികച്ച വിജയവും ജനപിന്തുണയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP മുൻപോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയത്തിൽ വോട്ടർമാർ, പ്രത്യേകിച്ച് യുവതലമുറ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വിജയങ്ങൾ വന്നെത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ മുംബൈ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി. കേരളത്തിലെ വിജയവും അദ്ദേഹം എടുത്തു പറയുകയാണ്. അതായത് കേരളത്തിലെ വിജയം, തിരുവനന്തപുരത്ത് ആദ്യമായി BJP കോർപ്പറേഷൻ പിടിക്കുകയോടെ മേയർ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല BJPയുടെ ദേശീയ നേതൃത്വത്തിനും ആ വിജയം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടും BJPക്ക് ഒരു കാലത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തിരുന്ന മേഖലകളിൽ പോലും ഇന്ന് വിജയവും മികച്ച ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വിജയം എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗൂണ്ടാഭരണത്തിനും ഉടൻ തന്നെ അവസാനമുണ്ടാകുമെന്ന പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ, റോഹിംഗ്യൻ മുസ്ലിമുകളെയുമെല്ലാം വോട്ട് ബാങ്കാക്കി സംരക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന മമതയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനും അവസാനമുണ്ടാകും. ഒരു കാലത്ത് വന്ദേമാതരം ഉയർന്ന മണ്ണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണെന്നും താമര ചിഹ്നത്തിൽ ചെയ്യുന്ന ഓരോ വോട്ടും പശ്ചിമ ബംഗാളിൻ്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനാകും എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഓക്കെ ജിഷ്ണു. മമതാ ബാനർജിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP. ബ്രിട്ടീഷുകാർക്ക് സമാനമായി ബംഗാളിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നതെന്ന് MPയും BJP വക്താവുമായ സാംബിത് പത്ര. ബംഗ്ലാദേശികളെ വോട്ട് ബാങ്കായി സംരക്ഷിക്കുകയാണെന്നും ബംഗാളിൽ രക്തമൊഴുകുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അക്രമങ്ങളുടെയും ഗുണ്ടാരാജിന്റെയും തെളിവുകളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ BJP ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ബ്രിട്ടീഷുകാർക്ക് സമാനമായി ബംഗാളിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനാണ് മമതാ ബാനർജി സർക്കാർ ശ്രമിക്കുന്നതെന്ന് MPയും BJP വക്താവുമായ സാംബിത് പത്ര കുറ്റപ്പെടുത്തി. വന്ദേമാതരം ഉയർന്ന മണ്ണിൽ നിന്ന് രക്തമൊഴുകുകയാണ്. എതിർക്കുന്നവരെ മുഴുവൻ അടിച്ചമർത്തി തൃണമൂൽ നേതാക്കളുടെ ഗുണ്ടാഭരണമാണ് നടക്കുന്നതെന്നും മാധ്യമപ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വരെ അക്രമത്തിനിരയാകുന്നതായും സാംബിത് പത്ര പറഞ്ഞു. चारों तरफ आगजनी और हिंसा, आप सोच के देखिए यह है ममता बनर्जी और TMC द्वारा बनाया गया बंगाल. क्या हम उसी बंगाल को देख रहे हैं जिस बंगाल से वंदे मातरम की ध्वनि गूंजी थी? क्या हम उसी बंगाल को देख रहे हैं जिस बंगाल से जनगण मन की ध्वनि गूंजी थी? नहीं. आज तुष्टीकरण के कारण बंगाल टूट के कगार पर है. റോഹിംഗ്യൻ മുസ്ലിമുകളെയും ബംഗ്ലാദേശികളെയും വോട്ട് ബാങ്കായി മമതാ സർക്കാർ സംരക്ഷിക്കുകയാണ്. ബംഗ്ലാദേശ് അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ആവശ്യമായ സഹകരണം പോലും മമതാ സർക്കാർ നൽകുന്നില്ലെന്നും BJP കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി
രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പശ്ചിമ ബംഗാളിലെ മാൽഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്രക്കാർക്ക് വിമാനയാത്രയ്ക്ക് സമാനമായ സൗകര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അത്യാധുനിക സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഹൗറയെയും അസമിലെ ഗുവാഹത്തിയെയും ബന്ധിപ്പിക്കുന്നതാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ട്രെയിൻ ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലുള്ള 958 കിലോമീറ്റർ ദൂരം വെറും 14 മണിക്കൂർ കൊണ്ട് പിന്നിടും. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് യാത്രാ സമയത്തിൽ 2.5 മുതൽ 3 മണിക്കൂർ വരെ ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ആകെ 16 കോച്ചുകളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ഉള്ളത്. ഇതിൽ 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചുമാണുള്ളത്. 823 യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. 3 ടയർ AC-ക്ക് 2299 രൂപയും 2 ടയർ AC-ക്ക് 2970 രൂപയും ഫസ്റ്റ് AC-ക്ക് 3640 രൂപയുമാണ് ഏകദേശ കണക്ക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് ട്രെയിൻ സുരക്ഷാ സംവിധാനം ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ CCTV ക്യാമറകൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ, ശബ്ദ മലിനീകരണം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യ, ആധുനിക സസ്പെൻഷൻ സംവിധാനം എന്നിവയും പ്രത്യേകതയാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള യാത്രയിൽ ബംഗാളി വിഭവങ്ങളും ഗുവാഹത്തിയിൽ നിന്നുള്ള യാത്രയിൽ അസമീസ് വിഭവങ്ങളും ലഭ്യമാകും. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ബലാത്സംഗത്തെക്കുറിച്ച് വിവാദ പ്രസ്താവനയുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്ന് ഫൂൽ സിംഗ് ബറയ്യ. സുന്ദരികളായ സ്ത്രീകൾ പുരുഷന്റെ ശ്രദ്ധ തിരിക്കുമെന്നും കോൺഗ്രസ് MLA ബലാത്സംഗത്തെ ജാതിയും മതവുമായി ബന്ധിപ്പിക്കുകയാണ് ഫൂൽ സിംഗ് ബറയ്യ. ആദ്യം ബറയ്യയുടെ വാക്കുകൾ കേൾക്കാം. कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है, उसे खूबसूरत अगर लड़की दिखी, सुंदर, अति सुंदर, तो उसका ब्रेन है वो इधर वो विचलित हो सकता है, तो रेप हो सकता है. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ MLA ബലാത്സംഗത്തെ ജാതിയും മതവുമായി ഒക്കെ ബന്ധിപ്പിച്ച് അതിലൊക്കെ ഒരു ന്യായീകരണം കണ്ടെത്തുന്നത്? നിരുമ, ബലാത്സംഗത്തെ ന്യായീകരിക്കുകയും കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബറയ്യ നടത്തിയിട്ടുള്ളത്. ഇയാൾ ചൂണ്ടിക്കാട്ടിയത് ആ റോഡിലൂടെ ഒരു പുരുഷൻ പോവുകയാണെങ്കിൽ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ പുരുഷന്മാരുടെ ശ്രദ്ധ വ്യതിചലിക്കും, അത് ബലാത്സംഗത്തിന് കാരണമാകുമെന്ന വിവാദപരമായ ലജ്ജാകരമായിട്ടുള്ള പ്രസ്താവനയാണ് ഫൂൽ സിംഗ് ബറയ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ ബലാത്സംഗത്തെ ജാതിയും മതവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചു. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ആത്മീയ ഗുണം ലഭിക്കും. ഒരാൾക്ക് തീർത്ഥാടന സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കും തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ് അത്രയധികം വിവാദപരമായിട്ടുള്ളതും കടുത്ത സ്ത്രീവിരുദ്ധമായിട്ടുള്ളതും ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MLAയുമായിട്ടുള്ള മധ്യപ്രദേശിൽ നിന്ന് MLAയുമായിട്ടുള്ള ഫൂൽ സിംഗ് ബറയ്യ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. BJP കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന പ്രിയങ്ക വാദ്ര ഉൾപ്പെടെയുള്ള നേതാക്കൾ മൗനം പാലിക്കുകയാണെന്നും ഇതാദ്യമായല്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്ന വിമർശനവും BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. നീലിമ. ഓക്കെ ജിഷ്ണു, കടുത്ത സ്ത്രീവിരുദ്ധത മാത്രമല്ല ദളിത് വിരുദ്ധത കൂടിയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA ഫൂൽ സിംഗ് ബറയ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.
മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി. രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതാണെന്നും കോടതി വിധിയിൽ പറയുന്നു. അതേസമയം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകാനാണ് രാഹുലിന്റെ തീരുമാനം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. രാഹുലിനെതിരായ പരാതി ഗുരുതരം, ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമല്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിലയിരുത്തി. പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് മുഖേനയായിരുന്നു അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇതിൽ പരാതിക്കാരിയുടെ ഡിജിറ്റൽ ഒപ്പാണ് ഉണ്ടായിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴിയുള്ള മൊഴിയും ഡിജിറ്റലൊപ്പും മതിയാകുമെന്നും കോടതി പറഞ്ഞു. രാഹുലിന്റെ അറസ്റ്റ് നിയമപ്രകാരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യം ലഭിച്ചാൽ ഇരയെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി വിധിപ്പകർപ്പിൽ സൂചിപ്പിച്ചു. പ്രതി മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന പ്രതിയുടെ വാദം നിലനിൽക്കില്ല. അതിജീവിതക്കെതിരായ സൈബർ ആക്രമണങ്ങൾ ഗൗരവകരമെന്നും കോടതി പറഞ്ഞു. കേസിൽ കഴിഞ്ഞ ദിവസം 2.5 മണിക്കൂറോളം വാദം നടന്നിരുന്നു. രാഹുലിന്റെ 2 ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടന്നെന്ന് പരാതിയിൽ പറഞ്ഞ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ അന്വേഷണ സംഘം രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ രാഹുലും പരാതിക്കാരിയും ഹോട്ടലിലെത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം തീരുമാനം. ജനം, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കോൺഗ്രസിനും കുരുക്കുമുറുകുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശബരിമലയിലെ കൊടിമരം പുതുക്കിയതിലും സ്വർണ്ണക്കവർച്ചയിലും അജയ് തറയിലിന് നിർണായക പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നേക്കും. ശബരിമല സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയുടെ മറവിൽ വൻ സ്വർണ്ണക്കവർച്ചയും പണപ്പിരിവും നടന്നെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 47 കൊല്ലത്തിലധികം പഴക്കമുള്ള പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ 2017 കാലത്ത് തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്ന ദേവസ്വം ബോർഡാണ്. അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന് ഇതിലെല്ലാം നിർണായക പങ്കുണ്ടെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. വ്യക്തത വരുത്താൻ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി ഉടൻ നോട്ടീസ് നൽകി അജയ് തറയിലിനെ വിളിച്ചു വരുത്തും. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺക്രീറ്റിൽ നിർമ്മിച്ച പഴയ കൊടിമരം തടി കൊണ്ടുള്ളതാണെന്നും ചിതൽ കയറി അടിത്തറയ്ക്ക് ബലക്ഷയമുണ്ടായെന്നും ഭക്തർക്കിടയിൽ പ്രചരിപ്പിച്ചും അനുകൂലമായ വിധത്തിൽ ദേവപ്രശ്നം നടത്തിച്ചുമാണ് കൊടിമരം മാറ്റാനുള്ള നീക്കം നടന്നത്. പഴയ കൊടിമരത്തിലെ അഷ്ടദിക്പാലകരടക്കമുള്ള പല സ്വർണ്ണവസ്തുക്കളും നഷ്ടമായതായാണ് കണ്ടെത്തൽ. പുതിയ കൊടിമരത്തിലെ സ്വർണ്ണ ആലിലകളടക്കം കാണാതായെന്നും വ്യക്തമായിട്ടുണ്ട്. ഇതിലെല്ലാം അജയ് തറയിൽ മറുപടി പറയേണ്ടി വരും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചയെ ന്യായീകരിക്കാൻ പെരുമാറ്റച്ചട്ടവുമായി CPM-ന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്കാണ് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയത്. വീട് കയറുന്നവർക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയ സർക്കുലറിന്റെ പകർപ്പ് ജനം TVക്ക്. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയാനും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കമുണ്ടായ പരാജയം ചെറുതൊന്നുമല്ല ഇടതുമുന്നണിയെ ക്ഷീണിപ്പിച്ചത്. അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. വീടുകൾ കയറിയിറങ്ങി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയിലാണ് പുതിയ പെരുമാറ്റച്ചട്ടം ഇറക്കിയത്. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവം മറുപടി നൽകണം, വീടിനകത്ത് കയറി വേണം ജനങ്ങളുമായി സംസാരിക്കാൻ. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനും CPM നേതാവുമായ പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയണമെന്നും സർക്കുലറിൽ പറയുന്നു. RSSനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ പാർട്ടി ഉയർത്തുന്ന വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെയല്ലെന്നും പറയണമെന്നും സർക്കുലറിൽ പറയുന്നു. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ ജനങ്ങളുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഭയക്കുകയാണ് CPM നേതൃത്വം. സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങി പാർട്ടിക്ക് ഉത്തരം മുട്ടുന്ന നിരവധി ചോദ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മുരുകഭക്ത സംഗമം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. Thank you.
സംസ്ഥാനത്തെ KCB ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മുതൽ സംസ്ഥാനത്തെ 70-ലധികം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലാണ് ഒരേ സമയം വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. KCB ഓഫീസുകളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് വിജിലൻസിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന സംഘടിപ്പിച്ചത്. അതീവ രഹസ്യമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളും കണ്ടെത്തി. ബോർഡിൽ നടപ്പിലാക്കുന്ന കരാർ പ്രവൃത്തികളുടെ ടെൻഡർ അനുവദിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി വ്യാപക ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നതായ വിവരം അന്വേഷണത്തിൽ കണ്ടെത്തി. വേണ്ടത്ര പരിശോധനകളില്ലാതെ കരാർ പ്രവൃത്തികളിൽ ബില്ല് മാറി നൽകുന്നതും പണം അനുവദിക്കുന്നതായും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. എനർജി ഉപയോഗം കണക്കാക്കുവാനുള്ള മീറ്ററുകളിൽ കൃത്രിമം നടത്തിയതായും കണ്ടെത്തി. കൂടാതെ മറ്റ് നിരവധി ക്രമക്കേടുകളും അന്വേഷണത്തിൽ കണ്ടെത്തി. വിവിധ ഓഫീസുകളിലെ 41 ഉദ്യോഗസ്ഥരിൽ നിന്നായി 16,50,000 രൂപയും വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ഇടനിലക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനും വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചു. KCBയിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ അതീവ രഹസ്യമായി ഒരേ സമയം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങി രാജ്യം. ജനുവരി 26-ന് നടക്കുന്ന ആഘോഷങ്ങളിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും മുഖ്യ അതിഥികളാകും. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ പരേഡും സാംസ്കാരിക പരിപാടികളും പ്രതിരോധശേഷി പ്രദർശനവും നടക്കും. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്തേ.
അതിശൈത്യം മൂലം രാജ്യതലസ്ഥാനം തണുത്തുവിറയ്ക്കുമ്പോഴും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾക്ക് തടസ്സങ്ങളില്ല. രാവിലെ 6 മണി മുതൽ ആരംഭിക്കുന്ന കഠിനമായ പരിശീലനം. സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളും അശ്വാരൂഢ സേനയും ശ്വാനസേനയും ഒരേ സമയം അണിനിരക്കും. ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിനെ അനുസ്മരിച്ചാണ് രാജ്യം ഈ ദിവസം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന പരേഡാണ് മുഖ്യ ആകർഷണം. ജനുവരി 26 നടക്കുന്ന ആഘോഷങ്ങളിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും മുഖ്യാതിഥികളാകും. ജനം, ഡൽഹി.